ഇറാൻ്റെ ആക്രമണത്തിൽ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചു. ബഹ്റൈന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തോടനുബന്ധിച്ചാണ് 4 സൈനികരുടെ മരണവും അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിൽ ഇന്നലെ 2 കപ്പൽ ഇറാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ്റെ അകത്ത് കയറി അമേരിക്ക ബോംബ് സ്ഫോടനം നടത്തിയത്. ഖൊറം ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ടും 2 തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി അമേരിക്ക. അതിന് പ്രത്യാക്രമണം എന്ന തരത്തിലാണ് കുവൈറ്റിനെയും ബഹ്റൈനെയും ഇറാൻ ആക്രമിച്ചത്. നിരന്തരമുള്ള ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായി എന്ന് പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വീഴ്ച പറ്റി. സൈനിക കേന്ദ്രങ്ങളുടെ മേലെ പതിച്ചിരിക്കുന്ന മിസൈൽ കാരണത്താലാണ് മരണം നടന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പരിക്കേറ്റു എന്നുള്ളതായിരുന്നു ആദ്യം അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട്. പിന്നീട് മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതും എണ്ണൽ സംഖ്യ മാത്രം പറയാതിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ്. ഇറാന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം നടക്കുന്ന സമയത്തും അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള തിരിച്ചടി അമേരിക്കയുടെ സൈനിക ബേസും കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നു വരുന്നു എന്നുള്ളതാണ്. സമാധാന ശ്രമങ്ങൾ ഏറെക്കുറെ അവസാനിച്ച തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വരുന്ന റിപ്പോർട്ടിൻ്റെ അകത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഹോർമുസ് കടലുമായി കേന്ദ്രീകരിച്ചാണ് അമേരിക്ക കരാർ ലംഘിച്ചുകൊണ്ട് കപ്പൽ കടത്തിവിടാനും പുതിയൊരു സ്വതന്ത്ര പാത നിർമ്മിക്കാനും വേണ്ടിയിട്ട്, അതായത് ഒരു ബദൽ സംവിധാനം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത്. ഇതിന് ഒമാൻ നിന്നു എന്നുള്ള അഭിപ്രായവും അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒമാന് നേരെ ഇറാൻ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത്. ഒമാനിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസില്ലെങ്കിലും അവരുടെ ഇടങ്ങൾ പല മേഖലകളുണ്ട്. അവരുടെ സൈനിക സാന്നിധ്യമുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, സുരക്ഷാ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം ഈ ഏരിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നത്. ആ ആക്രമണത്തിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും മുന്നേറ്റം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് എന്ന് ഇപ്പോൾ ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. പറയുന്ന കാര്യം, ഹോർമുസ് തങ്ങളുടെ കടൽ മേഖലയാണ്, തങ്ങളുടെ ഭൂപ്രദേശം പോലെ തന്നെ ഏറ്റവും അവകാശപ്പെട്ടതും തങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതുമാണ്. അത് മറ്റൊരാൾക്കും അതിൻ്റെ അവകാശം വിട്ടുകൊടുക്കില്ല. അമേരിക്കയ്ക്ക് ഇവിടെ കാര്യമില്ല. ആയതിനാൽ തന്നെ അതിന് തങ്ങൾക്കുള്ള അംഗീകാരം മറ്റുള്ള ലോകരാജ്യങ്ങളും അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാവൂ. മാത്രമല്ല, കരാർ വ്യവസ്ഥ പ്രകാരം പറഞ്ഞത് ഈ വരാൻ പോകുന്ന 2 മാസം, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കരാർ വ്യവസ്ഥയിൽ പറയുന്നത് വരാൻ പോകുന്ന 2 മാസവും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നവരെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനാണ് എന്ന് മധ്യസ്ഥർ സമ്മതിക്കുകയും അത് അമേരിക്ക അടക്കം അത് അംഗീകാരം നൽകിയതുമാണ്. എന്നാൽ പൊടുന്നനെയാണ് അവർ റൂട്ട് മാറ്റുന്നത്. ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു ഇറാൻ രാജ്യം അപ്പാടെ. ആ ഒരു സമയത്ത് ഒരു ബദൽ പാത ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഇവിടെ ഒമാൻ്റെ ഭൂമിയോട് ചേർന്നുകൊണ്ട് ഒരു സമാന്തര പാത സൃഷ്ടിക്കുകയും ആ സമാന്തര പാതയിലൂടെ കപ്പലിനെ കടത്തിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും ഖത്തറിനെയും അമേരിക്ക ചതിച്ചതാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്തോടു കൂടി നിങ്ങളുടെ കപ്പലിനെ അക്കരെ എത്തിച്ചു തരാമെന്നും ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക സൗദി അറേബ്യയോടും ഖത്തറിനോടും പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കപ്പൽ, 3 കപ്പലാണ് ഒരേ സമയത്ത് ഈ മേഖലയുടെ യാത്ര പോയത്. ഈ വിവരം അറിഞ്ഞിരിക്കുന്ന IRGC ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും കപ്പൽ തകർക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ കപ്പൽ പൂർണ്ണമായി തകർന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ ഖത്തറിൻ്റെ കപ്പലിലാണെങ്കിൽ പരമാവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എൻജിൻ പോലും തകർന്നു. പിന്നീട് അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഒമാൻ്റെ കടൽ തീരത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 3ാമതൊരു കപ്പലിനെ കുറിച്ചുള്ള വിവരം പോലും ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വരുത്തിയത്. അപ്പോൾ ഇറാൻ വരുത്തി എന്ന് പറയുന്നതിന് ഇറാൻ പറയുന്ന ന്യായീകരണവും ഇത് തന്നെയാണ്.
കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. അത് നിരന്തരം അമേരിക്ക ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അവർ സാധാരണഗതിയിൽ ഒരു നോർമൽ സ്ഥിതിയിൽ ചെയ്യുന്ന പോലെയുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല. ആ ഒരു തരത്തിലാണ് തങ്ങൾ ആക്രമിച്ചത്. കാര്യമെന്ന് പറഞ്ഞാൽ ഓർമസുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പൽ പാതയും തങ്ങളുടെ അനുവാദമില്ലാതെ കടത്തിവിടരുത് എന്നുള്ളതായിരുന്നു കരാർ വ്യവസ്ഥ. എന്നാൽ കപ്പൽ കടക്കുന്ന സമയത്ത് അതിന് ഒരു നിശ്ചിത ഫീസ് വാങ്ങണം എന്നുള്ളത് ഒഴിവാക്കാൻ പോലും തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും തങ്ങൾക്ക് ബദലായി മറ്റൊരു പാത ഉണ്ടാക്കി എന്ന് പറഞ്ഞ സമയത്ത് അതും തങ്ങളുടെ കടലിൻ്റെ ഭാഗം തന്നെയാണ്. ആയതിനാലാണ് തങ്ങൾ ആക്രമിക്കപ്പെട്ടത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അതിന് ന്യായീകരണം നൽകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു വിജയമുണ്ടാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയുടെ നിലനിൽപ്പിനെ പോലും സാരമായിട്ട് ബാധിക്കും എന്ന് അവർ കണക്കുകൂട്ടുന്നു. അങ്ങനെയുള്ള ഒരു യുദ്ധ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി റഷ്യയും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വലിയ താല്പര്യം, അതായത് മിഡിൽ ഈസ്റ്റ് മേഖല അവർക്ക് വലിയ താല്പര്യമുണ്ട് എന്നതിനാൽ അവരുടെ വലിയ രീതിയിലുള്ള സഹായം ഇറാൻ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാം ലോക യുദ്ധം അല്ലെങ്കിൽ പോലും അതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഒരു തരത്തിലും മുന്നേറാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാത്ത വിവരം അമേരിക്ക പൂട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ ലോകാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വിവരക്കേടിൻ്റെ കാരണത്താൽ ലോകാടിസ്ഥാനത്തിൽ മുഴുവനും സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രതിസന്ധി, വലിയ പ്രയാസം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല നിരന്തരം എന്ന തരത്തിൽ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും വില ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. 42% വില അമേരിക്കയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്തുണ്ടാകുന്ന സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റെല്ലാ വസ്തുക്കളുടെയും ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുടെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വസ്തുക്കളുടെയും വില വർധനവ് സാധാരണയായിട്ടുണ്ടാവും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായിരിക്കുന്നു അവരുടെ ജീവിതം എന്നുള്ളതാണ്. കാര്യം അനാവശ്യമായി നിർമ്മിക്കപ്പെട്ട ഒരു യുദ്ധം. യൂറോപ്യൻ യൂണിയൻ പറയുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കേണ്ട ഒരു കാര്യവും അമേരിക്കയ്ക്കില്ല. അതൊരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിഫലനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ആഘാതമാണ് ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറയുന്നത്, അമേരിക്കയോടും ഇസ്രായേലിനോടൊപ്പം മറ്റൊരു രാജ്യവും ഇതിന് പങ്കാളിത്തം വഹിക്കുന്നില്ല എന്നുള്ള ഒരു സഹകരണവും ഇല്ല. എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ലോകത്തെ വലിച്ചയച്ചതിൻ്റെ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തൊട്ട് പിറകെ തന്നെ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്. അപ്പോൾ അവരുടെ തമ്മിലുള്ള ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം, അല്ലെങ്കിൽ അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ഇല്ലാതാവുക എന്നതുകൊണ്ട് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, പിന്നീട് ഒരു എതിർപ്പ് മറ്റു ലോക രാജ്യത്തിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഏക അറേബ്യൻ രാജ്യം, ഏക മുസ്ലിം രാജ്യം അത് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് പോലും അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതിന് മനസ്സിലാക്കാനും വേണ്ടി പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ഇറാൻ എന്ന് പറയുന്ന സംഘബലം അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കപ്പെടുന്ന ഏത് അവസരമുണ്ടോ ആ അവസരത്തിലെല്ലാം മിഡിൽ ഈസ്റ്റിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കും. ഏത് തരത്തിലുള്ള ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ മാത്രം അമേരിക്കക്ക് ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ രാഷ്ട്രീയ ചിത്രങ്ങളും രൂപങ്ങളും മാറും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം കൂടിയുണ്ട്. അതായത് ഇറാൻ തളർന്നാൽ, ക്ഷീണിച്ചാൽ, അവരുടെ സൈനിക ശക്തി ഇല്ലാതായാൽ, പുതിയ ഭരണ സംവിധാനം വന്നാൽ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ലോക രാഷ്ട്രങ്ങൾക്ക് മേലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ന് ഇത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇറാൻ്റെ മാത്രമല്ല, അത് റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഭാവിയിൽ ഇത് സാരമായിട്ട് ബാധിക്കുക ചൈനയും റഷ്യയുമായിരിക്കും. പെട്രോളിയം പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കൃത്യമായ രീതിയിൽ ചൈന മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ ശക്തമായ രീതിയിൽ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചൈന സഹായം നൽകുന്നത് എന്നുള്ളത് കൃത്യമാണ്. റഷ്യയുടെയും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം
ഇറാൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് എന്ന് മറ്റൊരു തരത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.